ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയത്തിലേക്ക് കർണാടകയിൽ കൃത്യമായി രാഷ്ട്രീയത്തിലടക്കം വലിയ സ്വാധീനം സ്വാമി ഭദ്രാനന്ദയ്ക്കുണ്ട്. അപ്പം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഒടുവിൽ താങ്കൾ ചില തരത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയുന്നു. ഗോകുൽ ഗോപാലിനെതിരെ ശോഭാ സുരേന്ദ്രൻ കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തിൽ അങ്ങനെ ഒരു പ്രതികരണം, ഒരു പൊതുമധ്യത്തിലേക്ക് ഒരു പ്രതികരണം നടത്താനുണ്ടായ കാരണം എന്താണ് ശോഭയ്ക്കെതിരെ? ശോഭയെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ തിരിച്ചു വരണം, അല്ലെങ്കിൽ അവരുടെ ഇതേപോലുള്ള സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തെ വളരെ ശക്തമായിട്ട് സംഘടനയിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിരുന്നത്. പക്ഷേ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനടക്കമുള്ള കുറച്ച് ആൾക്കാർ ഇതിനു വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുകയും പലയിടത്തും ഇടപെടുകയും ചെയ്തു. എന്നാൽ അവർ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന് ഇത്രയും അവർക്കുള്ള ഒരു ജനപിന്തുണ, അവർക്ക് ചുമ്മാതെ ജനപിന്തുണ കിട്ടിയതല്ല, അവരിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സിമ്പതി എല്ലാം ശോഭ വളരെ വൈസായിട്ട് തന്നെ അത് എൻകാഷ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം നിലനിർത്തി ആ വിശ്വാസത്തിനെ വെച്ചിട്ട് വിലപേശുന്ന പരിപാടി ശോഭയെ പോലുള്ള ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഒരു സ്വയം സേവക എന്നുള്ള നിലയിൽ സംഘത്തിന് ഒരുപാട് മഹത്വമായിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ഒരു സ്വയം സേവക സംഘത്തിൻ്റെ ഇതിൽ നിന്ന് വന്നവർക്ക് ജീവിതത്തിലും സമൂഹത്തിലും കാണിക്കേണ്ടതായിട്ടുണ്ട്. അവരത് കാണിക്കാറില്ല. അവർ ഇപ്പം സ്വയം സേവകർ വേറെ, സംഘി വേറെ. ഇവരൊരു സംഘി എന്ന് പറയുന്നത് ഒരു ചാണക സംഘിയുടെ നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രവർത്തികൾ കാണിക്കുമ്പോൾ അത് നാളെ സംഘടനയ്ക്കും അത് ബുദ്ധിമുട്ടുണ്ടാവും. ഇവരെ പിന്തുണയ്ക്കുന്നവർക്കും ഇവർ പലവരുടെയും പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ ഫസ്റ്റ് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഷീ നോ ഹൗ ടു കൺവീൻസ് അതേഴ്സ്. അപ്പോൾ വന്നിട്ട് ആദ്യം വന്ന് അവരുടേതായ വേദനകൾ, അവരനുഭവിച്ച പ്രശ്നങ്ങൾ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അയ്യോ പാവം ശോഭ ചേച്ചി നമുക്കിങ്ങനെ എന്നൊക്കെ തോന്നും. പക്ഷേ ഇതിപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയതുപോലെയാണ് വീണ്ടും തോന്നുന്നത്. കാരണം ഞാൻ ഇവരെ ശിവസേനയിലെ ബോനൻജി പറഞ്ഞിട്ടാണ് ഞാൻ വളരെയധികം ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ കരുതിയത്. ഇവരുമായിട്ട് ഞാൻ മണിക്കൂറുകൾക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവരുടെ പല വേദനകൾ ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരെ ഈ ഒരു അവസരത്തിൽ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗോകുലം ഗോപാലേട്ടനും വെള്ളാപ്പള്ളി നടേശനും രണ്ടുപേരും ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഗോപാലേട്ടൻ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്വന്തം ത്യാഗത്തിലൂടെ അദ്ദേഹം കയറി വന്നതാണ്. ഷോർട്ട് കട്ട് അദ്ദേഹത്തിനില്ല. അതേസമയം ഈ പറയുന്ന വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ബൈപ്പാസ് ചെയ്ത് കയറി വന്നു. ഈ വെള്ളാപ്പള്ളി ആരാണെന്നും ഗോകുലം ഗോപാലേട്ടൻ ആരാണെന്നും സമൂഹത്തിന് ഇന്ന് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ഈ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ട് സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ ഇതുപോലുള്ള 10-25,000 ആൾക്കാരുടെ അന്നം മുട്ടിക്കുന്ന പണിയാണ് ഇപ്പോൾ ശോഭ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാൻ എങ്ങനെ മൗനം ഭജിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്കൊരു പ്രതികരണം, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം സമൂഹത്തിൽ അറിയിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. അത് മാത്രമല്ല, അതെൻ്റെ ഒരു അവകാശമാണ് ഞാനീ പങ്കുവച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഞാൻ പങ്കുവച്ചിരിക്കുന്നത്. പലവരും ഇനി അത് പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്.